ആസ് എ വീഡിയോ എഡിറ്റർ നമ്മൾ ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദി മേജർ പ്രോബ്ലം ആണ് കറപ്റ്റഡ് ഫയൽസ്. വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ അവോയ്ഡ് ചെയ്യുക എന്നല്ലാതെ വേറെ ഒരു വഴിയില്ല. ബട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് നിങ്ങളൊരു ടൂൾ പരിചയപ്പെടുത്താം, ForDig ഫയൽ റിപ്പയർ. ഫസ്റ്റ് നമ്മൾ ForDig സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് സെലക്ട് ചെയ്യുമ്പം ഈ വെബ്സൈറ്റിലേക്ക് വരും. ആൻഡ് ഏതൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ എന്തെല്ലാം ടൈപ്പ് ഓഫ് കറപ്റ്റഡ് ഫയൽസ് നമുക്ക് റിക്കവർ ചെയ്യാമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ചോപ്പി ആയിട്ടുള്ള വീഡിയോസ്, ജേർക്കി, ഫ്ലിക്കറിംഗ് വീഡിയോസ് എല്ലാം നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. പ്ലേ ബാക്കിന് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഓഡിയോയും വീഡിയോയും ഔട്ട് ഓഫ് സിങ്ക് ആണെങ്കിൽ നമുക്കത് റിക്കവർ ചെയ്ത് റെഡിയാക്കാൻ വേണ്ടി പറ്റും. ദെൻ വീഡിയോ സ്റ്റക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രീസ് ആയിട്ടോ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ആ ടൈപ്പ് ഓഫ് എറേഴ്സ് റിക്കവർ ചെയ്യാം. വീഡിയോ പ്ലേ ആവുന്നുണ്ട് ബട്ട് സൗണ്ട് അതിൻ്റെ കൂടെ പ്ലേ ആവുന്നില്ല. സോ സൗണ്ടിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും. വീഡിയോ പ്ലേ ആകുന്നില്ലെങ്കിൽ ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്ത് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ബ്ലറി, പിക്സലേറ്റഡ് ആൻഡ് ഗ്രെയിനി വീഡിയോസ് നമുക്ക് റെഡിയാക്കാൻ പറ്റും. സ്ലോ ഓർ സ്ലഗിഷ് വീഡിയോസ് നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് റിക്കവറി കഴിഞ്ഞ വീഡിയോ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം അത് പ്ലേ ആകുന്നില്ലെങ്കിൽ ആ പ്രോബ്ലവും നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ വീഡിയോ റിലേറ്റഡ് ആയിട്ട് എന്തെല്ലാം എറേഴ്സ് ഉണ്ടോ മോസ്റ്റ് ഓഫ് ദി എറേഴ്സും നമുക്ക് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം. ആൻഡ് ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ്. സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. ആൻഡ് ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്ന വീഡിയോ റിപ്പയർ ആണ്. സോ അത് ഞാൻ സെലക്ട് ചെയ്യുവാണ്. ആൻഡ് ഇവിടെ ഏതെല്ലാം ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യുമെന്ന് കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് വീഡിയോസിൽ വരുന്ന എല്ലാ ഫോർമാറ്റ്സും ഇവിടെ സപ്പോർട്ട് ചെയ്യും. സോ നമ്മുടെ വീഡിയോ ഈ ഫോർമാറ്റ്സിൽ പെടുന്നതാണെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ ഇവിടെ ആഡ് വീഡിയോസ് സെലക്ട് ചെയ്യുവാണ്. ദെൻ നമുക്ക് കറപ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 3 വീഡിയോസ് എടുത്തിട്ടുണ്ട്. 3 വീഡിയോസും കറപ്റ്റഡ് വീഡിയോസാണ്, പ്ലേ ആകത്തില്ല. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് വീഡിയോ. സെലക്ട് ചെയ്യുമ്പോഴത്തേനും കാൻ പ്ലേ ഓപ്ഷനാണ് കാണിക്കുന്നത്. നമുക്ക് പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സോ ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. സോ ഞാൻ ഇവിടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുവാണ്. ആഡ് വീഡിയോ സെലക്ട് ചെയ്യാം. ദെൻ നമുക്ക് വേണ്ട വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഫസ്റ്റ് വീഡിയോ സെലക്ട് ചെയ്യുവാണ്. ദെൻ ഓപ്പൺ കൊടുക്കാം. ആൻഡ് വീഡിയോ ഇവിടെ സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ആകുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആൻഡ് ഓഡിയോ ഇവിടെ റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് പ്രീവ്യൂ സെലക്ട് ചെയ്യാം. ആൻഡ് വീഡിയോ ഇവിടെ റിക്കവർ ആയിട്ടുണ്ട്. നമുക്ക് പ്ലേ ചെയ്യുന്ന കാണാം. ഓക്കെ, ഇനി നമ്മുടെ ഡിവൈസിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ സേവ് സെലക്ട് ചെയ്യാം. ദെൻ നമുക്ക് വേണ്ട ലൊക്കേഷൻ കൊടുക്കാം. ഞാൻ ഇവിടെ ഈ ലൊക്കേഷൻ സെലക്ട് ചെയ്യുവാണ്. ദെൻ സെലക്ട് ഫോൾഡർ കൊടുക്കാം. ആൻഡ് വീഡിയോ ഇവിടെ സേവ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഇതാണ് റിപ്പയർ ചെയ്ത വീഡിയോ. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് വീഡിയോ ഇവിടെ ഒരു പ്രോബ്ലം ഇല്ലാതെ റിക്കവർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു വീഡിയോ ആഡ് ചെയ്ത് നോക്കാം. സോ ഇവിടെ ആഡ് വീഡിയോ സെലക്ട് ചെയ്യാം. എന്നിട്ട് അടുത്ത വീഡിയോ ഞാൻ ആഡ് ചെയ്യുവാണ്. ആൻഡ് ബൈ ദ വേ ഒരേ ടൈമിൽ നമുക്ക് മൾട്ടിപ്പിൾ വീഡിയോസ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വീഡിയോയും കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്യുവാണ്. ദെൻ ഓപ്പൺ കൊടുക്കാം. ആൻഡ് വീഡിയോസ് എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് റിപ്പയർ സെലക്ട് ചെയ്യാം. ആൻഡ് റിപ്പയറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആൻഡ് വീഡിയോസ് എല്ലാം റിപ്പയർ ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതാണ് ഫസ്റ്റ് വീഡിയോ. ഒരു പ്രോബ്ലം ഇല്ല, റിപ്പയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയും കൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ആ വീഡിയോയും ഇവിടെ റിപ്പയർ ആയിട്ടുണ്ട്. സോ ആസ് ആൻ എഡിറ്റർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ടൂളാണ് വീഡിയോ റിപ്പയറിംഗ് ടൂൾ. ബിക്കോസ് എപ്പോഴാണ് പ്രോബ്ലം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. സോ ആ ടൈമിൽ നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം ഇതുപോലുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഇഷ്യൂ റിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ബൈ ദ വേ ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് വീഡിയോ റിപ്പയർ ചെയ്യുന്ന ഓപ്ഷൻ മാത്രമല്ല വേറെ ഫയൽ റിപ്പയറിംഗ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഫയൽ റിപ്പയറിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് എക്സൽ ഫയൽ റിപ്പയർ, വേർഡ് ഫയൽ റിപ്പയർ ആൻഡ് സിപ്പ് ഫയൽസിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി, ദെൻ PDF, അഡോബ് ഫയൽസ്, PSD ഫയൽസ് ഇതെല്ലാം നമുക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഫോട്ടോ റിപ്പയർ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഇമേജസിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഫോട്ടോ റിപ്പയർ യൂസ് ചെയ്യാം. ആൻഡ് വീണ്ടും കുറേ റിപ്പയറിംഗ് ടൂൾസ് അവൈലബിൾ ആണ്. ലൈക്ക് ഓഡിയോ റിപ്പയർ, ഇമേജ് ഫോർമാറ്റ് കൺവേർട്ടർ, DLL ഫിക്സർ, ഇമെയിൽ റിപ്പയർ, അങ്ങനെ ഡിഫറെൻറ്റ് ടൂൾസ് ഈ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ സോഫ്റ്റ്വെയർ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഞാൻ റിക്കവർ ചെയ്ത വീഡിയോസ് എല്ലാം ഇപ്പോൾ പ്ലേ ചെയ്ത് കാണിക്കാം. സോ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ക്വാളിറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.